ആരെങ്കിലുമൊക്കെ പറഞ്ഞും പറ്റിച്ചും കൊണ്ടു നടന്ന് ചീത്താക്കി ഇങ്ങനെയൊക്കെ ചെയ്യിച്ചെന്നാ ഞാൻ കരുതിയത്. സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോട് എന്തൊരു ഉപദേശമായിരുന്നു കുഞ്ഞുനാളില്. സ്വന്തം കാര്യം വന്നപ്പോ ചേച്ചിക്ക് ഒന്നും ആലോചിക്കണ്ട, പിടിച്ചവന്റെ കൂടെയൊക്കെ അങ്ങ് പോയി. അല്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ പറ്റിയത്. ഇതിപ്പോ എന്തായാലും ആരും പറ്റിച്ചൊന്നുമല്ലല്ലോ. രണ്ടുപേർക്കും ഇഷ്ടമില്ലാതെ ഇങ്ങനെയൊന്നും വരൂലല്ലോ, അതും ബാംഗ്ലൂർ ഹോട്ടൽ മുറിയിൽ. ആരും ഭീഷണിപ്പെടുത്തിയൊന്നും കൊണ്ടുപോയില്ലല്ലോ. അത് പോട്ടാനി, കല്യാണത്തിന് മുമ്പായിരുന്നേ പോട്ടെന്ന് വെക്കായിരുന്നു. ഇതിപ്പോ അങ്ങനാണോ? അല്ലേ അച്ഛയ? പൊന്നെ പോലൊരു ഭർത്താവും കുഞ്ഞുങ്ങളും ആയതിനു ശേഷമല്ലയോ അവൾ ഈ തോന്നിയാസത്തിന് പോയത്. പോട്ടെ, അത് അവിടെ കൊണ്ടങ്ങ് തീർന്നിരുന്നെങ്കിലോ? ഞാൻ പതിവ്രതയാണെന്ന് തെളിയിക്കാൻ നടന്നു. ഇനിയിപ്പോ അതങ്ങ് തീർന്നല്ലോ, എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ. എന്റെ അലക്സേ, നീ പറഞ്ഞ പോലെ ഈ വെല്ലുവിളിക്കൊന്നും പോണ്ട ഒരു കാര്യം ഉണ്ടായില്ല. ഈ പാവം പിടിച്ച് ഭർത്താവിനെ ഈ പരുവത്തിലാക്കിയിട്ട് കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ആ KGS കൂട്ടുപിടിച്ചില്ലേ അവള്. ആ കൂടത്തായാലും ജോളിയേക്കാൾ മിടിക്കാട്ടവള്. തോണിക്കര ആൻസി ഞെളിഞ്ഞങ്ങോട്ട് നടക്കല്ലേ അവള്. അച്ചായ, ഇനി ഞാൻ തോണിക്കരയിലോട്ടില്ല. ആ വീട്ടിലോട്ട് ഞാൻ ഇനി ഇല്ല. ബേബിച്ചായ, ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോന്നാ മതി. ആ ഓഫീസിൽ ഇനി എനിക്ക് ജോലി ചെയ്യാൻ വയ്യ. ബേബിച്ചായ, ജോലിയുടെ കാര്യല്ലേ, അത് റെഡിയാവും. ഇനി അതില് താമസം വന്നു എന്ന് വെച്ചാലോ പേടിക്കണ്ട, വേറൊരു ജോലി ബേബിച്ചായും മേടിച്ചാ തരും. ആ, അതുകൊണ്ട് ആനിക്കൊച്ച് പറയണ പോലെ ഡാലക്സേ, ഞാനൊരു വണ്ടി തരാം. പോയിട്ടേ അവളുടെയും അവളുടെ കൊച്ചാപ്പന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് പറയാനുള്ളൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോരെ. അല്ലേലും അവൾ ഒറ്റയ്ക്കായല്ലോ, കൊച്ചാപ്പൻ മാത്രമുണ്ട്. പിന്നെ എങ്ങാണ്ടെന്ന് വന്ന കോളനിയും. ഈ 2 കോളനിയും കൂടെ വിളിച്ചേ കൊച്ചാപ്പൻ അങ്ങ് കുഴിമന്തിക്കാട് കോളനിയോട്ട് പോട്ടെ. അതന്നെ വേണം. ബേബി വാ, ഇറങ്ങാം. കൊച്ചിന്റെ അമ്മ ചെന്നേ ചേട്ടന്റെ അടുത്ത് ചേട്ടനോട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറ. സാധനങ്ങൾ തോണിക്കരയെന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വരാന്ന് പറ. അങ്ങോട്ട് ചെല്ല്. ഡയലക്സ് അങ്ങോട്ട് ചെല്ലടാ, നീയും കൂടി ചെല്ല്. ബേബി ചിറ്റപ്പാ, വണ്ടി ഞാൻ തിരിച്ചിടാവേ. അനന്തേട്ടാ, എന്റെ ചേച്ചി ചേട്ടനോട് ചെയ്തത് മഹാപാതകമാണ്. എന്റെ കൂടപ്പറപ്പായി പോയില്ലേ. അവളെ വെറുക്കുന്ന പോലെ എന്നെ വെറുക്കല്ലേ. എന്നെ പഠിപ്പിച്ച് ജോലിയും വാങ്ങിച്ചെന്ന് അലക്സച്ചായനെ കൊണ്ട് കല്യാണവും കഴിപ്പിച്ചതല്ലേ. എല്ലാ സൗകര്യവും ഉണ്ടാക്കി തന്നത് എനിക്ക് വേണ്ടിയല്ല, ചേച്ചിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. എന്നോട് എന്താ ഇത്? അവളെ പോലെയാണോ നീ? അവളെ പോലെ ഒരു സ്ത്രീ ഉണ്ടാവില്ല. നിനക്ക് ചുവന്നോണ്ട് കിടക്കാൻ ഒരുപാട് സ്വപ്നങ്ങളില്ലല്ലോ. പക്ഷെ അവൾക്ക് അങ്ങനെയല്ല. ലോകം കീഴടക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങിയേക്കുമല്ലായിരുന്നോ? അർഹിക്കുന്നതിനപ്പുറത്ത് അവൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഭർത്താവിൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം മറന്ന് അവൾ വല്ലവൻ്റെ കൂടെ പോയി കിടന്നു. അതിന് പ്രായശ്ചിത്തമായിട്ട് നീയെങ്കിലും പോയി ജീവിച്ചു കാണിക്ക്. അവളും അവളെ കൊണ്ടു നടക്കുന്നവരും നിന്റെ അലക്സിന്റെ ജീവിതം കണ്ട് അസൂയപ്പെടട്ടെ. അതിനെ സപ്പോർട്ടിന് ഞാനും ഉണ്ടാവും, ഇവിടെ എല്ലാവരും ഉണ്ടാവും. മോളിനി ആ വീട്ടിലേക്ക് പോകണ്ട. ആ മുതൽ ഞാനിവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അത് നമ്മൾ അനുഭവിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്രയ്ക്ക് ശാപാ വീട്. വിഷമിക്കണ്ട, ഒന്നുമില്ല, കരയാതെ. ഇനി അങ്ങോട്ട് പോകണ്ട, അത് വിട്ടേക്ക്, മറന്നേക്ക്. ഡാലക്സേ, ഞാൻ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ആനന്ദാ, ഇവരോടെ തോണിക്കരയെന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാ മോളെ, പോയി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാ അലക്സ്. ആനന്ദാ, എന്നാ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ? ഇറങ്ങാം, നിങ്ങളെയല്ലേ. എന്നാ ശരി അലക്സേ.